അപ്പോൾ സൈരന്ധ്രി കളക്ഷൻസ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് AD സെറ്റുകൾ, അതായത് അമേരിക്കൻ ഡയമണ്ട് സെറ്റുകളായിട്ടാണ്. അതായത് നമ്മൾ ഇതുവരെ ചെയ്തത് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ടെമ്പിൾ ഫ്യൂഷൻ, ടെമ്പിൾ AD, വിക്ടോറിയൻ, അങ്ങനെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് AD സെറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നമ്മുടെ ഫുള്ള് വീഡിയോ കാണുക. എന്നാലേ ഞങ്ങളുടെ കയ്യിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ഷോപ്പിൽ അവൈലബിൾ ആയേക്കാളും വളരെ റേറ്റ് കുറച്ചാണ് നമ്മുടെ പേജിൽ AD സെറ്റ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഷോപ്പിൽ 1000 മേലെ സ്റ്റാർട്ടിങ്, നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 750-800 റേഞ്ചിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻസാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ എല്ലാവരും കയറി നോക്കുക, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. എവരിവൺ, വെൽക്കം ടു സൈരന്ധ്രി കളക്ഷൻസ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് നമ്മൾ AD ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന്. അതിൽ വരുന്ന ഫസ്റ്റ് ഒരു മോഡലാണ് ഈ വൈറ്റ് വിത്ത് നേവി ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു നെക്ലസ് സെറ്റ്. ഒരു റിസപ്ഷൻ ലുക്കിനോ അല്ലെങ്കിൽ ഒരു സാരി, സിമ്പിൾ സാരി ലുക്കിനോ നല്ല എലഗൻസി തോന്നുന്ന ടൈപ്പ് ഒരു വർക്കാണത്. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഈ നെക്ലേസുകളെല്ലാം വളരെ ഫ്ലെക്സിബിളാണ്. ഒറിജിനൽ അമേരിക്കൻ ഡയമണ്ട് കൊണ്ട് ചെയ്തതാണ്. ഒപ്പം ആ നേവി ബ്ലൂ കളർ ബീഡ്സ് എല്ലാം, സ്റ്റോൺസ് എല്ലാവരും ഗ്ലാസ് ബീഡ്സാണ്. നല്ല ഫ്ലെക്സിബിളാണ്. അത് നമുക്ക് ഈസി ടു ക്യാരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ റിവ്യൂവും ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. AD കളക്ഷനിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് നെക്ലസ്സാണ് ഇത്. ഇതിൻ്റെ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സും വരുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കളക്ഷനിൽ അടുത്തതായിട്ട് വരുന്ന ഒരു മോഡലാണ് സ്റ്റാർ കട്ടിൽ വരുന്ന ഇങ്ങനത്തെ ഒരു ഡയമണ്ട് സെറ്റ്. ഒറിജിനൽ ഡയമണ്ടിയുടെ കറക്റ്റ് റിപ്ലിക്കയാണെന്ന് തോന്നുന്നൊരു സെറ്റാണിത്. ഇത് വളരെ സിമ്പിളാണ്. ഒരു യുണീക്ക് ലുക്ക് തരുന്ന ഒരു ഡയമണ്ട് സെറ്റാണിത്. ഇതിൻ്റെ കൂടെ 2 സ്റ്റാർസ് വരുന്ന പോലത്തെ ഇയറിങ്സാണ് നമ്മൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഈസി ടു ക്യാരി ആണ്, ഫ്ലെക്സിബിളാണ്, ഒപ്പം തന്നെ നല്ല ഗ്ലേസിങ് ആണ്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഗ്ലേസിങ് അറിയണമെന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് വളരെ സിമ്പിളാണ്, ഒരു നാച്ചുറൽ ലുക്കിംഗ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ്. നമ്മുടെ അടുത്ത ടൈപ്പ് ഒരു AD സെറ്റാണ് വരുന്നത്. അതായത് റെഡും വൈറ്റും കോമ്പിനേഷനിൽ ഗ്ലാസ് ബീഡ്സ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്ന മോഡലാണ്. വളരെ സിമ്പിളാണ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്ന ഒരു AD സെറ്റാണത്. ഇതിൻ്റെ കൂടെ കുറച്ച് ലെങ്ത്തുള്ള ടൈപ്പ് ഒരു ഇയറിങ്സും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഇയറിങ്സിന് ഇത്ര ലെങ്ത്ത് ഉണ്ട്, കണ്ടോ? സിമ്പിളാണ്, എന്നാൽ നല്ലൊരു ലുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ വരുന്ന ഒരു AD സെറ്റാണിത്. ഇതിൻ്റെ തന്നെ പിങ്ക് കളറും കൂടെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതാണിത്. ഇതിൻ്റെ ഇയറിങ്സ് വരുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ്. പിങ്ക് കളർ ഇയറിങ്സിനോടൊപ്പം വെയർ ചെയ്ത് ഞാൻ വളരെ സിമ്പിൾ ലുക്ക് കിട്ടുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു AD സെറ്റാണത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക. AD സെറ്റ്സിൽ അടുത്ത് വരുന്നൊരു എലഗൻറ്റ് സെറ്റാണ്. മൾട്ടി കളറിൽ ഗ്ലാസ് ബീഡ്സ്, ഗ്രീനും മിൻറ്റ് ഗ്രീനും ബേബി പിങ്കും നേവി ബ്ലൂവും റെഡും ഒക്കെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു കോമ്പിനേഷനിൽ വരുന്ന ഒരു AD സെറ്റാണിത്. നല്ല ഭംഗിയിലേ കാണാനായിട്ട്. അതിൻ്റെ കൂടെ ഇയറിങ്സ് ആയിട്ട് വരുന്നത് ഗ്രീനും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ്. അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ലൊരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു നെക്ലെസ്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു കളർ കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിങ്കും മിൻറ്റ് ഗ്രീനും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന ഒരു കളറാണ് നമുക്ക് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, ഗുഡ് ലുക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സൈരന്ധ്രി കളക്ഷനിൽ അമേരിക്കൻ ഡയമണ്ട് സെറ്റ് വരുന്ന അടുത്ത മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിങ്ക് വിത്ത് വൈറ്റ് ഗ്ലാസ് ബീഡ്സും ഡയമണ്ട്സും കൊണ്ട് വളരെ എലഗൻറ്റ് ലുക്ക് വരുത്തിയൊരു സെറ്റാണിത്. അതിൻ്റെ ഇയറിങ്സിനും അത്യാവശ്യം വലുപ്പമുണ്ട്. ഒരു റിസപ്ഷൻ ലുക്കിനൊക്കെ ആയിട്ട് വളരെ നല്ലതായിരിക്കും ഇത്. ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ഗ്ലാസ് സ്റ്റോൺ, സെൻറ്ററിൽ വരുന്ന ഗ്ലാസ് സ്റ്റോൺസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. കണ്ടോ? നിങ്ങൾ തന്നെ നോക്കി, എത്ര സിമ്പിളാണല്ലേ, നല്ല ഭംഗിയിലേ കാണാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്യാം. ഒപ്പം ഇതിൻ്റെ തന്നെ നമുക്ക് മറ്റ് 2 കളേഴ്സ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്.
ഇതാ ഇത് രണ്ടാണ് മറ്റ് രണ്ട് കളേഴ്സ്. ഒന്ന് പിങ്ക് വിത്ത് മിൻറ്റ് കളർ കോമ്പിനേഷൻ വരുന്നതും, പിന്നെ ഒന്ന് പിങ്ക് മാത്രം മിൻറ്റ് ഗ്രീനും വൈറ്റും ആയിട്ട് വരുന്നതും. അങ്ങനെ 3 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ AD കളക്ഷനിൽ വരുന്ന അടുത്തൊരു മോഡലാണ് വൈറ്റ് വിത്ത് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു AD സെറ്റ്. ഇതിൻ്റെ കൂടെ സിമ്പിളായിട്ടുള്ള ഒരു ഇതുപോലെ തന്നെ വൈറ്റും ഗ്ലാസ് ബീഡായിട്ടുള്ള റെഡും കൂടെ വെച്ചിട്ടുള്ളൊരു ഇയറിങ്സാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്. ശരിക്കും ഒരു ഡയമണ്ട് റിപ്ലിക്ക ഒരു നെക്ലേസ് AD സെറ്റാണിത്. ഇതൊക്കെ നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ചിൽ വരുന്ന നെക്ലേസ് സെറ്റുകളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഷോപ്പിനേക്കാളും പൈസ കുറവിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഷോപ്പിലൊക്കെ എങ്ങനെ പോയാലും 1000 എബവ് വരുന്ന എബവിലേ നിങ്ങൾക്കിതൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. നമ്മളുടെ ഇത് അണ്ടർ 1000-ലാണ് നമ്മൾ ഡയമണ്ട് സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 800 തൊട്ട് തുടങ്ങും. അപ്പോൾ ഇത് അണ്ടർ 1000-ൽ വരുന്ന ഒരു സെറ്റാണിത്. ഇത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അടുത്ത മോഡലാണ് ഇങ്ങനെ ഒരു വൈറ്റ് റിങ് പോലെ വരുന്ന ഒരു മോഡലിൽ താഴത്തേക്ക് ഇങ്ങനെ ഒരു ഹാങ്ങിങ്സ് വരുന്ന പോലത്തെ. ഇതിൻ്റെ ഇയറിങ്സ് നോക്കിക്കേ. ഇയറിങ്സും അത്യാവശ്യം ലെങ്ത് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ചിലവർക്കൊക്കെ അങ്ങനെ ചെറിയ ഇയറിങ്സിനോട് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മോഡലാണത്. ഇതിൻ്റെ നെക്ലസ് ആണെങ്കിലും വളരെ ഫ്ലെക്സിബിളാണ്. അതുപോലെ ഇയറിങ്സ് ആണെങ്കിലും നല്ല ഗ്ലേസിംഗ് ഉള്ള സ്റ്റോൺസാണ്. ഒറിജിനൽ അമേരിക്കൻ ഡയമണ്ട് സെറ്റ് തന്നെയാണ് നമ്മുടെ ഈ മോഡൽ. ഇത് വളരെ സിമ്പിളാണ്. നല്ലൊരു യൂണിക് ലുക്ക് തരുന്ന ഒരു നെക്ലസ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. ഈ മോഡൽ വളരെ യുണീക്കായിട്ടുള്ള ഒന്നാണ്. കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഇയറിങ്സ് ആണെങ്കിലും അതിൻ്റെ പെൻഡൻസ് ആണെങ്കിലും ആ ഒരു മോഡൽ നല്ലൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മോഡലാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. സൈരന്ധ്രി കളക്ഷനിൽ വരുന്ന അടുത്ത ഒരു മോഡലാണ് വൈറ്റ് ഗ്ലാസ് ബീഡ്സും മൈക്രോ എന്ന് വെച്ചാൽ വളരെ മൈക്രോ ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വളരെ മൈക്രോ ഫിനിഷിങ്ങിൽ വരുന്ന ആയിട്ടുള്ള ഒരു AD ഡയമണ്ട് സെറ്റാണ് വിത്ത് വൈറ്റ് ഗ്ലാസ് ബീഡ്സ്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ഇയറിങ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫ്ലവർ ഡിസൈനിൽ ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ ഫ്ലവർ പാറ്റേണിൽ വരുന്ന ഒരു സ്റ്റഡ്സാണ്. ഇച്ചിരി വലിപ്പമുള്ള പോലത്തെ ഒരു സ്റ്റഡ്സാണത്. സാധാരണ ഇത്ര സിമ്പിളായിട്ടുള്ള മാല വരുമ്പോൾ നോർമലി ഇത്തിരി ചെറിയ ഇയറിങ്സ് ആയിരിക്കും. എന്നിട്ട് മിക്കവരും വേറെ ഇയറിങ്സൊക്കെയാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്യാറ്. ഞാൻ മുമ്പൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെ കേട്ടോ ചെയ്യാറ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുറച്ചും കൂടെ ഇത്തിരി വലിപ്പം തോന്നിക്കുന്ന ഇയറിങ്സാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് അതിൻ്റെ ഫുൾ ലുക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനിയും വരും ദിവസങ്ങളിൽ സൈരന്ധ്രി കളക്ഷൻസ് പുതിയ കളക്ഷൻസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ FB ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. നമ്മുടെ റീൽസും നമ്മുടെ വീഡിയോസും എല്ലാം കാണാം, മുഴുവൻ കാണാം. അപ്പോൾ നിങ്ങളുടെ പരിചയമുള്ളവർക്കും ഒക്കെ ആയിട്ട് നമ്മുടെ പേജ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ മറക്കാതെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം ടീം സൈരന്ധ്രി കളക്ഷൻസ്.